ഒരു പൊരിഞ്ഞ സംഘടനത്തിലൂടെയാണ് ഭീകരനെ ഞങ്ങൾ കീഴടക്കിയത്. അതെ, ലോകത്തിലെ മിക്ക അഭ്യാസമുറകളും പഠിച്ചവനാണ് ഭീകരനെന്ന് ഒരു സംശയവുമില്ല. ഒടുവിൽ ഞങ്ങളുടെ വടക്കൻ മുറയിലുള്ള കളരി അഭ്യാസത്തിലൂടെ അവനെ കീഴടക്കുകയായിരുന്നു. റിവാർഡ് തുകയായ 50 ലക്ഷം രൂപ കിട്ടിയാൽ നിങ്ങൾ അത് എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു? ഏതെങ്കിലും അനാഥ മന്ദിരത്തിന് സംഭാവന ചെയ്യും. ഉവ്വ്, അച്ചായന്റെ വീതമായ 25 ലക്ഷം രൂപ അനാഥ മന്ദിരത്തിന് സംഭാവന ചെയ്യും. എന്റെ വീതം എന്റെ കയ്യിൽ തന്നെ കാണും. ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇല്ല. മേലുദ്യോഗസ്ഥന്മാരുടെ ചവിട്ടിത്താഴ്ത്തലുകളിലും പീഡനങ്ങളിലും മനംനൊന്ത് കഴിയുന്ന സാധാരണക്കാരായ പോലീസുകാർക്ക് വേണ്ടി ഒരു തുക ചെലവാക്കും. ദൂരദർശൻ പ്രേക്ഷകർക്ക് എന്തെങ്കിലും സന്ദേശം? സ്നേഹമാണ് വലുത്, SI പോസ്റ്റ് അല്ല. വിവാഹം ഇതിന്റെ പേരിൽ ഒരു വിവാഹം കൂടി കഴിക്കാൻ എന്തായാലും എനിക്ക് ഉദ്ദേശമില്ല. കാരണം ഞാൻ ആൾറെഡി വിവാഹിതനാ. പേരന്നാമ, അവളാണെങ്കിൽ ഗൾഫിലാ. എന്നെ സംബന്ധിച്ചാണെങ്കിൽ മനസ്സുകൾ തമ്മിലുള്ള വിവാഹം എന്നേ നടന്നു കഴിഞ്ഞു. കേരളത്തിലുള്ള മുഴുവൻ കോൺസ്റ്റബിൾമാരെയും സാക്ഷി നിർത്തി ആർഭാടമായ ഒരു താലികെട്ട് അതുടൻ പ്രതീക്ഷിക്കാം. അതിനു മുമ്പ് ചിലരെയൊക്കെ ഒന്ന് എനിക്ക് ഒതുക്കണം. ഹലോ. ആ അഞ്ജു, എന്തായി രാത്രിയിലെ? ആർഭാടങ്ങളൊന്നും വേണ്ട, സിമ്പിൾ ആയിട്ട് മതി. ഒക്കെ ഞാനൊന്ന് പറഞ്ഞതല്ലേ. അത് പെട്ടെന്ന് കുറച്ച് കാശ് കയ്യിൽ വരുമെന്ന് അറിഞ്ഞപ്പോ ഞാനൊന്ന് അഹങ്കാരിയായി പോയതാണ്. ഒന്നും വേണ്ട, കല്യാണം തിരുവങ്ങാട്ടെ ശ്രീരാമക്ഷേത്രത്തിൽ വെച്ച് മതി. ശ്രീരാമക്ഷേത്രത്തിൽ വെച്ചാവുമ്പോ സീതയെ പോലെ നീ വിരഹിണിയാവോ? സാരില്ല, ഏകപത്നി വ്രതക്കാരനായിരുന്നല്ലോ ശ്രീരാമൻ. ദുഃഖം ഞാൻ സഹിച്ചോളാം. അല്ലാതെ ലക്ഷങ്ങളുടെ ആർഭാടങ്ങളൊന്നും വേണ്ട കേട്ടോ. ആരാ മോളെ ഫോണിൽ? ഒരു കൂട്ടുകാരിയാ ഡാഡി. ലക്ഷത്തിന്റെ കണക്കൊക്കെ പറയുന്നത് കേട്ടോ. അത് ക്ലാസ്സിൽ ഒരു സംശയം ചോദിച്ചതാ. ലക്ഷത്തിന്റെയോ? ബോട്ടണിക്ക് പഠിക്കുന്ന മോക്ക് എങ്ങനെയാ ലക്ഷത്തിന്റെ സംശയം? പുതിയ സിലബസിലുള്ളതാ. ഡാഡിക്ക് അതൊന്നും പറഞ്ഞപ്പോ മനസ്സിലാവില്ല. എന്താ മോളെ? ഒന്നുമല്ല അമ്മേ. അല്ല, ഇതെന്താ വന്ന കാലത്തിന് നിൽക്കുന്നേ? പിന്നെ വന്ന കാലം നിൽക്കാൻ ഈ കാലല്ലാതെ നീ വേറെ കാലം അകത്ത് കരുതി വെച്ചിട്ടുണ്ടോ? ഉണ്ടോടി? ഇന്നെന്താ വന്ന് കയറിയപ്പോഴൊരു ദേഷ്യം? എടി, നമ്മുടെ മോളെ നീ ശ്രദ്ധിച്ചായിരുന്നു? എന്തേ? ഈയിടെയായിട്ട് അവക്കൊരു ഇളക്കം പോലെ തോന്നുന്നില്ലേ? ഇളക്കോ? എടി, മെഡിക്കൽ ഭാഷ പറഞ്ഞാൽ അവക്ക് വല്ല പ്രേമപ്പനിയും പിടിച്ചോന്നൊരു സംശയം. അതെ, കുറച്ച് ലക്ഷം കൂടെ ഒപ്പിച്ചു കൊടുത്താൽ പരിയാരം മെഡിക്കൽ കോളേജിൽ ഒരു സീറ്റ് ഒപ്പിച്ചെടുക്കാം. അത് പാടായി പോവൂ എന്റെ ചന്ദ്രമതി. അയ്യോ, അങ്ങനെയൊന്നും പറയരുത്, എനിക്ക് BP കൂടും. അല്ല, അതിന് ഞാൻ ഗുളിക തരാം. പക്ഷെ എന്റെ BP ആര് മാറ്റും ഭഗവാനെ? എനിക്കറിയാം, ദേവി മണിയടിക്കാൻ ഇന്നിവിടെ എത്തുന്നു. അതെ, കുന്നത്ത് വീട്ടിൽ ഭാസ്കരൻ ലക്ഷക്കാരനാകുന്ന ദിവസം. പകടകളിയായിരുന്നെങ്കിലും എല്ലാം ദേവിയുടെ കടാക്ഷാണല്ലോ. ദേവിക്ക് ഇത്രയും കമ്മീഷൻ കൊടുക്കണേ? ഒന്നുമില്ല, മനസ്സറിഞ്ഞൊരു പ്രാർത്ഥന മാത്രം. എന്തായിരുന്നു ഇവിടുത്തെ വഴിപാട്? ഉദ്ദിഷ്ട കാര്യസിദ്ധിക്ക് ഒരു പുഷ്പാഞ്ജലി, 5 അനിഴം നക്ഷത്രം, ഭാസ്കരൻ ആയില്യം. ഉദ്ദിഷ്ട കാര്യം എന്ന് വെച്ചാ? അത് ദേവിക്കറിയാം. എന്റെ വേളാങ്കണ്ണി മാതാവേ. ഇനിയും പ്രാർത്ഥന കഴിഞ്ഞില്ലേ അച്ഛായ? 10 മണിക്ക് മുമ്പ് ബാങ്കിൽ എത്തണമെന്ന് മാനേജർ പറഞ്ഞതല്ലേ? രാഹുകാലത്തിന് മുമ്പ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. എത്ര പ്രാർത്ഥന മതി പറഞ്ഞില്ല ഭാസ്കര. പിച്ചക്കാരനല്ലേ ഉറക്കത്തിൽ വിളിച്ചുണർത്തി ലക്ഷക്കാരനാക്കിയത്? അല്ല, പത്രക്കാരുമായിരിക്കും. അഭിമുഖമാണെങ്കിലേ ബാങ്കിലോട്ട് വരാൻ പറഞ്ഞാൽ മതി. ഹലോ. 64421. അതെ. 50 ലക്ഷം കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? എന്തു ചെയ്യുമെന്ന് ചോദിച്ചാൽ കത്തിച്ചു കളയാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ തുല്യമായി പങ്കുവെക്കും. പക്ഷേ അതൊരു അവകാശം കൂടി ഉണ്ടല്ലോ. അവകാശിയോ? അതാരാ? ഞാൻ ഡോക്ടർ രാഘവ്, ഗവൺമെന്റ് ചീഫ് സർജൻ. അത് ശരി. ഭീകരനെ കൊന്നത് നിങ്ങളല്ല, അതൊരു ആത്മഹത്യയായിരുന്നു. പൊട്ടാസ്യം സൈനൈഡ് കഴിച്ചാണ് ഭീകരൻ മരിച്ചത്. ആ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തത് ഞാനാണ്, ഡോക്ടർ രാഘവ്, MBBS MS. ആര്? ഡോക്ടർ രാഘവ് എന്ന് വെച്ചാൽ അഞ്ജുവിന്റെ അച്ഛനല്ലേ? അഞ്ജുവിന്റെ അച്ഛനാണെന്ന് എനിക്ക് എങ്ങനെ അറിയാം? അഞ്ജുവിനെ എനിക്ക് പരിചയമുണ്ട്. ഡോക്ടർ രാഘവന്റെ മകളാണെന്ന് അഞ്ജു എന്നോട് പറഞ്ഞിരുന്നു. അതെയോ? ഗവൺമെന്റ് പ്രഖ്യാപിച്ച 50 ലക്ഷം ആർക്കും ഉപകാരപ്രദമാകാതെ തിരിച്ച് ഗവൺമെന്റ് ഫണ്ടിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിട്ട് സർട്ടിഫിക്കറ്റ് എഴുതിയത്.
പക്ഷേ അതിനൊരു വിഹിതം എനിക്കും വേണം. എന്തു പറയുന്നു? തീരുമാനം എന്താന്ന് വെച്ചാ പറഞ്ഞോളൂ. ഞങ്ങൾക്കൊന്ന് ആലോചിക്കണം. ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഓക്കേ, പക്ഷേ തീരുമാനം വൈകരുത്. ഇല്ല, എന്താ സംഗതി? വ്യക്തമായില്ല. 50 ലക്ഷത്തിന് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു പങ്കാളി ഉണ്ടായിരിക്കുന്നു. പങ്കാളിയോ? അതെ. അച്ചായൻ ആ വാതിലും ജനലൊക്കെ ഒന്ന് ഭദ്രമായി അടച്ചേ. യെസ്, ഡോക്ടർ രാഘവ്. കോൺസ്റ്റബിൾ ഭാസ്കരനാ. ആ, എന്ത് തീരുമാനിച്ചു? എന്താണ് സാറിന്റെ ഡിമാൻഡ്? പറയാം. ആ 50 ലക്ഷം രൂപ 3ആയിട്ട് വീതിക്കണം. കൃത്യമായി വീതിച്ചാൽ ഒരാൾക്ക് 16,66,666 രൂപ 66 പൈസ കിട്ടും. എന്നാലും 2 പൈസ മിച്ചം വരും. ആ പങ്ക് വാങ്ങാൻ ഈ കാലത്തൊരു പിച്ചക്കാരൻ പോലും വരില്ല. ഏതായാലും ഈ എമൗണ്ട് എനിക്ക് ക്യാഷ് ആയിട്ട് എത്രയും വേഗം കിട്ടണം. ഇല്ലെങ്കിലോ? ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ട് എഴുതിയ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതേ മഷി കൊണ്ട് തന്നെ എനിക്ക് തിരുത്തി എഴുതേണ്ടി വരും. പ്രൂവ് ചെയ്യാൻ പറ്റുമോ? പറ്റുമല്ലോ. ഭീകരന്റെ ശവം തോണ്ടിയെടുത്ത് ഒരു റീപോസ്റ്റ്മോർട്ടം. ദാറ്റ്സ് ഓൾ. അത് വേണ്ട, നമുക്ക് മുഖതാവിൽ സംസാരിക്കാം. ഓക്കെ, ഹാർട്ടി വെൽക്കം. ആ കാർ നിർത്തിയത് നമ്മുടെ ഗേറ്റിലാണോ? അതെ. ആ, നമസ്കാരം. എന്ത് തീരുമാനിച്ചു? എന്തൊക്കെയാണ് സാറിന്റെ കണ്ടീഷൻസ്? അത് ഞാൻ ഫോണിൽ കൂടെ പറഞ്ഞായിരുന്നല്ലോ. എന്താണ് സാറിന്റെ ഡിമാൻഡ്? പറയാം. ആ 50 ലക്ഷം രൂപ 3ആയിട്ട് വീതിക്കണം. കൃത്യമായി വീതിച്ചാൽ ഒരാൾക്ക് 16,66,666 രൂപ 66 പൈസ കിട്ടും. എന്നാലും 2 പൈസ മിച്ചം വരും. ആ പങ്ക് വാങ്ങാൻ ഈ കാലത്തൊരു പിച്ചക്കാരൻ പോലും വരില്ല. ഏതായാലും ഈ എമൗണ്ട് എനിക്ക് ക്യാഷ് ആയിട്ട് എത്രയും വേഗം കിട്ടണം. ഇല്ലെങ്കിലോ? ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ട് എഴുതിയ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതേ എന്താ ഇത്? മഷി കൊണ്ട് തന്നെ അത് ടേപ്പ് റെക്കോർഡർ. എഴുതേണ്ടി വരും. കേട്ടത് നിങ്ങൾ ഫോണിൽ സംസാരിച്ചത്. അത് ഞങ്ങൾ ടേപ്പ് ചെയ്തു. ഭീകരന്റെ ശവം തോണ്ടിയെടുത്ത് ഒരു റീപോസ്റ്റ് ഫോൺ ചോർച്ച എന്ന് കേട്ടിട്ടില്ലേ? സത്യത്തിൽ അതാണ് ഇവിടെ സംഭവിച്ചത്. എന്തിനാ ഇത്? മറ്റൊന്നിനുമല്ല, ആവശ്യം വരികയാണെങ്കിൽ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിക്കാൻ ഒരു ചെറിയ തെളിവിന് വേണ്ടി. തെളിവോ? അതെ, ലക്ഷങ്ങളോടുള്ള ആർത്തിയിൽ ഗവൺമെന്റ് ചീഫ് സർജൻ ഡോക്ടർ രാഘവ് MBBS MS തന്റെ പ്രൊഫഷനെ ചീറ്റ് ചെയ്തു. സത്യത്തിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. പക്ഷെ ഉത്തരവാദപ്പെട്ട ഒരു ഗവൺമെന്റ് സർജൻ എന്ന നിലയിൽ താങ്കൾക്കോ? ജോലി നഷ്ടപ്പെടും, മാത്രമല്ല ജീവപര്യന്തം തടവും. അയ്യോ, എനിക്ക് പങ്ക് വേണ്ട. പകരം ആ കാസറ്റ് തന്നാ മതി. ക്ഷമിക്കണം, ഇനി ഇതാണ് ഞങ്ങളുടെ പിടിവള്ളി. പിടിവെള്ളിയോ? അതെ, താങ്കളുടെ സീമന്തപുത്രി അഞ്ജുവിനെ ഭാസ്കരൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. അവർ സ്നേഹത്തിലാണ്. ഒരു കാസറ്റിലൂടെ നിങ്ങൾക്കൊരു കോൺസ്റ്റബിളിനെ സ്വന്തമാക്കാം. ഈ സൗഭാഗ്യം ലോകത്ത് മറ്റാർക്കും കിട്ടിക്കാണത്തില്ല. കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞ് ഈ കാസറ്റ് തിരിച്ചേൽപ്പിക്കാം. കാലത്ത് ബാങ്കിലുള്ള ജോലിയെല്ലാം കഴിഞ്ഞാൽ ഉച്ചയ്ക്കുള്ള ലഞ്ച് താങ്കളുടെ വീട്ടിൽ നിന്ന് കഴിക്കാൻ നാം ആഗ്രഹിക്കുന്നു. അതെ, പോലീസ് എസ്കോർട്ടോടെ നാം അവിടെ എത്തും. പേടിക്കണ്ട, ഈ കാസറ്റ് ഭദ്രമായി എന്റെ പോക്കറ്റിൽ തന്നെ ഉണ്ടാവും. ഒരു പിടിവള്ളിക്ക്. റിയലി? ഡാഡി സമ്മതിച്ചോ? ഓ യെസ്, ഞാനൊരു ഗംഭീര സദ്യ ഇവിടെ അറേഞ്ച് ചെയ്യാം. ഓക്കെ ഓക്കെ, ബൈ, സീ യു. ആരായിരുന്നു ഫോണിൽ? ഭാസ്കരേട്ടൻ. എടിയോ ഒരുമ്പട്ടവളെ. ഡാഡി വേണ്ട, കാസറ്റ്. കാസറ്റോ? ഏത് കാസറ്റ്? ഈ കാര്യത്തിൽ എന്നെ വഴക്ക് പറഞ്ഞ കാസറ്റ് എന്ന് പറയാൻ ഭാസ്കരേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഇതെന്ത് പറ്റി? പിച്ച കിട്ടിയില്ല, പട്ടി കടിക്കുകയും ചെയ്തു. അതുപോലെ അയലോടി എന്റെ ഗതി. എന്തൊക്കെ പറയണേ? വിരുന്നെടുക്കണോ അത്രേ? വിരുന്നോ? ആർക്ക്? നിന്റെ അച്ഛൻ മേലെ വീട്ടിൽ മാധവമേനോന്. മരിച്ച അച്ഛന് വിരുന്നൊരുക്കാൻ ഇന്നെന്താ കർക്കിടകമാണോ? എടി, നിനക്കറിയോ, പണ്ട് നീ എന്നെ വലവീശി പിടിച്ചതുപോലെ ഇപ്പൊ വലയം കൊണ്ട് ഇറങ്ങിയിരിക്കുക നിന്റെ മോള്. എന്തായാലും എനിക്ക് ഒരു സമാധാനമുണ്ട്. എനിക്ക് പറ്റിയതുപോലെ ഒരു അബദ്ധം എന്റെ മോക്ക് ഒരിക്കലും പറ്റില്ല. മോള് പറഞ്ഞതുപോലെ എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ. എന്തോന്ന്? കാസറ്റ്.